ഉച്ചക്ക് ആംപ്ലേറ്റ് വന്ന്. ഹലോ, അസ്സലാമു അലൈക്കും. മീനാലയമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉച്ചക്കൊന്ന് മീനല്ല കേട്ടോ, ഒന്ന് ആംപ്ലേറ്റാണ്. മീൻ നല്ല കിട്ടിയില്ല, നല്ല പാകത്തെ മീൻ കിട്ടിയില്ല. പുറത്ത് പറ്റിയ വില കുറഞ്ഞ മീനും കുറച്ച് പെട്ടാണ്, അപ്പോൾ കിട്ടിയില്ലത്. പിന്നെ മത്തി എന്തൊക്കെ. അപ്പോൾ ഒന്ന് ആംപ്ലേറ്റ് ആക്കാമായിരിക്കും. ആംപ്ലേറ്റ് ആകുമ്പോൾ ആർക്കും പറ്റാത്തവരുണ്ടാവില്ല, വാണ്ടിർക്ക് വാങ്ങാം. പിന്നെ പൂള വെച്ചിട്ട് പൂള വേവിച്ചാണ്ട്, പിന്നെ ഇറച്ചി കുറച്ച് വേവിച്ചാണ്ട് ഇപ്പോൾ വേവിച്ചാണ്ട് അങ്ങനെ ചട്ടിപ്പത്തിൻ്റെ ലെയറായിരിക്കണം. ഇങ്ങനെ ലെയറാക്കി ഞങ്ങൾ ചിക്കന് മസാല ഉണ്ടാക്കാണ്ട്. ഉള്ളി തൊലിച്ചിട്ടില്ല, ഉള്ളി തൊലിച്ചാൽ പരിപാടിയാണ്. പിന്നെ അതിനുള്ള ചിക്കനവിടെ ഉണ്ടാക്കി വെച്ചു ചെറിയാണ്. ഇനി ഒരു അരമണിക്കൂറൊക്കെ റെഡിയാവും. അപ്പം ഈ പൂള കേക്കാണ് പിങ്ങി വെച്ചാലോ. അങ്ങനെ പൂള കേക്ക് വൃത്തിയാക്കി ഇനിയപ്പം നല്ല പരിപാടിയാണ്. ചട്ടിപ്പത്തിരിക്കുള്ള സ്വീറ്റ് ഉണ്ടാക്കണം. സ്വീറ്റായിട്ട് ഉണ്ടാക്കണം. ചട്ടിപ്പത്തിരി ചിക്കൻ്റെ വേറെ ഉണ്ടാക്കണം. ഈ ഉള്ളി വെച്ചാണ്ട് ചട്ടിപ്പത്തിരിക്കുള്ള മസാല ഉണ്ടാക്കാൻ. ചട്ടിപ്പത്തിരി കേട്ടോ, നല്ല മസാല ഉണ്ടാക്കാൻ ഉള്ളി വെച്ചാണ്ട് സമയം കഴിയുമ്പോൾ ചട്ടിപ്പത്തിരിൻ്റെ മസാല കേട്ടോ കൈ കൊടുക്കുക. വീട്ടിൽ വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ഉണ്ടാക്കാണ്ട് അപ്പോൾ ഇത് തിരിച്ചിട്ട് കേട്ടോ. ഞാവാ കൂടി ശരിയാക്കും. അപ്പോൾ ചിക്കൻ ഇതിൻ്റെ ഉള്ളി വാട്ടി കൊടുക്കുകയാണ്. ഇരക്കാവുന്ന സ്പീഡ് കിട്ടണം കേട്ടോ. ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കണം കേട്ടോ. അവിടെ കുട്ടികൾ വരുമ്പോഴാണ് പോകേണ്ടി വരും. മസാല കൂട്ടിച്ചാൽ വേണ്ടല്ലോ വരും. അപ്പോൾ അതിൻ്റെ പരിപാടി അതുകൊണ്ട് ആവശ്യം കേട്ടോ. ഇതൊക്കെ കടാറുണ്ട് ആയിട്ടില്ല. റോൾ ഉണ്ടാക്കട്ടോ. കുറച്ച് ലെയർ ബാക്കിയുണ്ട്. അപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കിയതാണ്. ചട്ടിപ്പത്തിരി വെച്ചാണ് ഒരു 10 മിനിറ്റ് ഉണ്ടാവും. നല്ല വെന്തുടഞ്ഞ പൂളയാണ്. ഇതുപോലെ പാലിട്ടിട്ട് മഞ്ഞൾ ഇടാൻ മറന്നു. മഞ്ഞപ്പൊടി കുറച്ച് ഇടേണ്ടിരുന്നു. മഞ്ഞ കളർ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. മഞ്ഞ കളറ് രസം പൂളക്കെ. ഇവിടെ പൊടി മാതിരിയായി. അപ്പോൾ സമൂസ ഇട്ടാണ് കേട്ടോ. ഈ സമൂസ കൂടെ ഉള്ളൂ, ബാക്കിയുള്ളൊക്കെ കഴിക്കണേ ഏകദേശം. ചട്ടിപ്പത്തിരി 2 ഐറ്റം. അത് ചിക്കൻ വേവിച്ച് വെച്ചാണ്. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ടാകാറുണ്ട്. അത് ചിക്കനെ മാറ്റിയിട്ട് ബീഫായിട്ട് ഇടാനും. അപ്പോൾ എല്ലാം ഇവിടെ തന്നെ ചെയ്ത് പോകാൻ കാരണം ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ ഇപ്പോൾ, അതുകൊണ്ട് അവിടുന്ന് ചെയ്യാനും കഴിയില്ല. പിന്നെ അവിടെ ഫ്രിഡ്ജ് കേടാണ്. കുറച്ച് സാധനം ഫ്രിഡ്ജ് വെക്കാൻ സാധനങ്ങൾ ഫ്രിഡ്ജ് വെക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ബീഫൊക്കെ അവിടെ വെച്ച് പോന്നാൽ മതി, അവിടെ എത്തിയിട്ട് വെച്ചാലും മതി. കുക്കറൊക്കെ ഉണ്ടല്ലോ അവിടെ. പക്ഷെ അതിന് നമുക്കവിടെ ഫ്രിഡ്ജ് കേടും, പിന്നെ ആളില്ലാതെ ഒക്കെ പാടായപ്പോൾ എങ്ങനെയാണ് കട തുറക്കണ്ടേ, കൂട്ടയിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടിയാൽ തുറക്കുക. പക്ഷെ അതൊക്കെ ശരിയായി പോകും. 2024 ലാസ്റ്റല്ലേ, അതിന് തീരണ്ടൊക്കെ തീരണ്ടേ. അപ്പോൾ ഞാൻ പോവാട്ടോ. പിന്നെ അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞ ഏകദേശം ഇനി അങ്ങോട്ട് ഇവനേക്ക് പോവാണ്. ചാങ്ങളൊക്കെ വണ്ടിയിലേക്ക് അയച്ചു. അപ്പോൾ ഇപ്പം പോകാൻ നിൽക്കുകയാണ്. ഇവർക്ക് പോരാനായില്ലെങ്കിൽ കുറച്ചുകൂടി ടൈമുണ്ട്. ഇല്ല, ടൈമുണ്ട്. അങ്ങനെ പോരാനാവുമോ? ഇല്ല, എല്ലാം ക്ലിയറാണ്. ന്യൂ ഇയർ പരിപാടി നടക്കണ്ടോ? എല്ലാം ക്ലിയറാണ്. ഞങ്ങൾക്കിപ്പോ പോരാനൊക്കെ സമയമുണ്ട്. സമയത്തെ പോയി പിന്നെ ചെന്നിട്ട് അത് സാധനം കൊടുന്ന് റിട്ടൊക്കെ കൊടുന്ന് പിന്നെ അവിടെ കച്ചവടം റെഡിയാക്കി. അങ്ങനെ നമ്മൾ പിന്നെ ഇത് നെല്ലിപ്പമ്പയ്ക്ക് കാണാൻ നല്ല എളുപ്പമാണ്. ഇതിലൊക്കെ കയറിയാണെന്നില്ല വന്നത്. കിടങ്ങാൻ പുല്ലൊന്നും സാധനം വേണ്ട. അതപ്പോൾ ഇതിൽ മല്ലി നേരെ അതിലെ പോയാണ്ട് നേരെ തുറക്കൂടെ കയറിയാണ് നമുക്ക് കിടങ്ങാക്ക് എത്തിയാൽ മതി. ഇതിപ്പോൾ പുല്ലുന്ന സാധനമാണ്, സാമ്പൂരാണ്. അത് വാങ്ങിയിട്ട് പോകാം. മറ്റേ പിന്നെ വാങ്ങാൻ നേരെ കിട്ടൂല, രാവിലേക്കില്ല. അത് രാവിലേക്കില്ല, നേരിട്ട് വരാൻ സമയം കിട്ടും. നമ്മളിവിടെ ചെട്ടിങ്ങാടിലെത്തി.
ഇവിടുന്ന് മുന്നോട്ട് സാമൂഹികമായിട്ട് അങ്ങനെ പോയത് ചെല്ലേറ്റ് കയറും